വെൽക്കം ബാക്ക് ടു ഇൻസൈറ്റ് ലേണിംഗ് ഹബ്. മക്കളെ, പ്രിയ +1 വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നു മുതൽ ഇൻസൈറ്റ് ലേണിംഗ് ഹബ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതും മാത്സിൻ്റെ ക്ലാസ്സുകളാണ്. ഇപ്പം ആദ്യമായിട്ട് നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറയുന്ന, പഠിക്കാനായിട്ട് ഒരുപാട് ക്ലാസ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിലായാലും ഒക്കെ ബുദ്ധിമുട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 CBSE പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ +1 കയറുമ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അവർക്ക് ഏകദേശം പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്ക് പെട്ടെന്ന് ഇത് കാര്യങ്ങളൊക്കെ ഒരു ആദ്യമായിട്ട് കേൾക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുക. എല്ലാ കാര്യവും നമ്മൾ കൃത്യമായിട്ട് പറയും. പിന്നെ ഈ വീഡിയോസ് ഒന്നും ഒരുപാട് ലെങ്തി ആയിട്ട് പോകത്തുന്നില്ല, കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണ്. ആ വീഡിയോസ് നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് കേൾക്കുക. ആ കേൾക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് പേപ്പറിലൊന്ന് കുറിക്കുക, പഠിക്കുക. ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഫുൾ സപ്പോർട്ടിന് ഞാൻ ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ്സിലൂടെ അറിയിക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമന്റ്സുകളാണ് നാളത്തെ എൻ്റെ പ്രചോദനം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കമന്റ്സുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. നമ്മൾ എല്ലാ ഭാഗവും കൃത്യമായിട്ട് കവർ ചെയ്ത് പോകും. ഇതിപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഉടനടി നിങ്ങൾക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ കിട്ടാനായി നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ അത് നിങ്ങൾക്ക് ബോർഡിൽ കാണാം. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേടി സ്വപ്നമൊക്കെയാണ്, പക്ഷെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മൾ പേടിക്കരുത്. മാത്സ് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കുറച്ച് കാര്യം ഇന്ന് പഠിപ്പിക്കുകയുള്ളൂ കേട്ടോ. കുറച്ച് കാര്യം മാത്രമേ ഞാൻ ഇന്ന് പറയുള്ളൂ. നിങ്ങൾ ആ കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കുക, അതൊന്നും ഇരുന്ന് പഠിക്കുക. അത്രയും മാത്രം ചെയ്യുക. പിന്നെ അടുത്ത ദിവസം നമുക്ക് അടുത്തത്. അപ്പോൾ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ആംഗിൾസ് ആണ്. എന്താണ്? ആംഗിൾസ് ആണ്. ആംഗിൾസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആംഗിൾസിനെ പറ്റി പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് പറയുന്നത്, നമ്മുടെ ഒരു സർക്കിൾ വരച്ചാൽ സർക്കിളിന്റെ ഫുൾ ആംഗിൾ എത്ര മക്കളെ? നിങ്ങൾക്കറിയാം, 360 ഡിഗ്രിയാണ്. എത്രയാണ്? 360 ഡിഗ്രിയാണ്. നമ്മുടെ ട്രിഗണോമെട്രിക്ക് അകത്ത് വരുമ്പോൾ ഈ 360നെ നമ്മൾ എഴുതുന്നത് 2π റേഡിയൻ എന്നായിരിക്കും. 2π റേഡിയൻ എന്നായിരിക്കും ഇവിടെ എഴുതുന്നത്. ഇവിടെ ട്രിഗണോമെട്രിയിൽ നിങ്ങൾ മനസ്സിലാക്കണം, പൈ എന്ന് പറയുന്നത് 180 ആണ്. 180 ഡിഗ്രിയാണ് എന്തെന്ന് പറയുന്നത്. പൈ എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾക്കാണ് പൈ. 3.14 എന്ന് 22/7 എന്നൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ. പക്ഷെ +1 വരുമ്പോൾ അതൊന്നും ഇവിടെ വേണ്ട. നമ്മൾ പൈ എന്ന് പറയുന്നത് എന്താണ്? 180 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 360 ഡിഗ്രി എന്ന് ഞാൻ ഇവിടെ എഴുതിയപ്പോൾ ഇവിടെ 2π, 2 × പൈ എത്രയാണ്? 180. അപ്പൊ 2 × 180 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 360 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് നമ്മളിപ്പോ പറഞ്ഞൊരു ടോപ്പിക്ക്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐഡിയ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ പൈയുടെ വാല്യൂ എന്താണ്? 180 ഡിഗ്രിയാണ്. വലിയ ടോപ്പിക് ഒന്നും, വലിയ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ആംഗിൾസ് എന്നുള്ള പാർട്ടിൽ നിന്ന് ചോദിക്കത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ പഠിച്ചു വെച്ചേക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. L = r θ എന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ പഠിക്കണം. L = r θ നിങ്ങൾ പഠിച്ചോ. ഫസ്റ്റ് ടോപ്പിക് ആംഗിൾസ് ആണ്. ഈ ആംഗിൾസിൽ നിന്നുള്ള ഒരു ഇക്വേഷൻ ആണ് L = r θ എന്ന് പറയുന്നത്. അപ്പൊ L എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് പറയുമ്പോൾ ആർക്ക് ലെങ്തിനെ പറയുന്ന പേരാണ് L. R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, റേഡിയസ് ആണ്. തീറ്റ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒരു ആംഗിളിനെ പറയുന്ന പേരാ. പക്ഷെ നമ്മൾ അവിടെ ഡിഗ്രി ആയിട്ടല്ല ട്രിഗണോമെട്രിയിൽ ആംഗിൾ പറയുന്നത്, റേഡിയൻ ആയിട്ടാണ്. എന്താണ്? അപ്പൊ ഇവിടെ തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റേഡിയൻ എന്നാണ്. ഒരു ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അപ്പൊ ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം, സർക്കിളിൽ ഫുള്ള് 360 ആണ്. ട്രിഗണോമെട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ 2π റേഡിയൻ എന്നായിരിക്കും പറയുന്നത്. അവിടെ പൈയുടെ വാല്യൂ 180 ഡിഗ്രി എന്നേ നമ്മൾ ഇവിടെ പറയുള്ളൂ. അപ്പൊ 2 × 180 360 ആണ്. ഇത്രയും കാര്യം പറഞ്ഞാൽ മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായോ? ഫസ്റ്റ് ടോപ്പിക്കിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാ? L = r θ. L = r θ. എടാ, ഈ ഇക്വേഷനെ വേറെ രീതിയിൽ എഴുതാം. θ = L/r എന്നും എഴുതാം. θ = L/r എന്നും എഴുതാൻ തെറ്റില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടുന്ന ഈ ഇക്വേഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചേ. ലെങ്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആർക്ക് ലെങ്ത്, r എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയസ്, തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് റേഡിയൻ ആണ്. തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? റേഡിയൻ ആണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ ഓരോന്നായിട്ട് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ഒരു ചോദ്യം ഇതിൽ നിന്ന്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ, അതൊന്ന് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അധിക ചോദ്യങ്ങളൊന്നും ഈ ടോപ്പിക്കിൽ നിന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ല.
ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ഇപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യും. ഇവിടെ ലൈവായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സിമ്പിളാണ്, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ ആണ്. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അഥവാ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ കമന്റിൽ അറിയിക്കണം. ഞാൻ പതുക്കെ പൊക്കോളാം. സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ കമന്റ്സിൽ നിങ്ങൾ പറയുക. ഇത് ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ആ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കാം. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇൻ വിച്ച് എ സെൻട്രൽ ആംഗിൾ ഓഫ് 60 degree ഇന്റർസെപ്റ്റ്സ് ആൻഡ് ആർക്ക് ലെങ്ത് 37.4 cm. ആ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള തന്നെയാണ്. അപ്പൊ ഇവിടെ റേഡിയസ് നമ്മൾ കണ്ടുപിടിക്കണം. സെൻട്രൽ ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി ആണ്, ശ്രദ്ധിച്ചോണം. ഇന്റർസെപ്റ്റ്സ് ആൻഡ് ആർക്ക് ലെങ്ത് 37.4 cm. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോഴേ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ L = R θ ആണ്. ലെങ്ത് ഈ പറയുന്നത് ആർക്ക് ലെങ്ത്. L എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആർക്ക് ലെങ്ത്. അത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പൊ L ഓൾറെഡി നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 37.4 cm ആണ്. ഈ തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ ആണ്. പക്ഷെ നമുക്ക് തന്നേക്കുന്ന ആംഗിൾ എന്തിലാ? ഡിഗ്രിയിലാണ് തന്നേക്കുന്നത്. ഈ തീറ്റ എന്ന് പറയുന്നത് റേഡിയൻ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ 60 ഡിഗ്രിയിൽ തന്നേക്കുന്നതിനെ നമ്മൾ എന്തിലേക്ക് കൺവെർട്ട് ചെയ്യണം? റേഡിയനിലേക്ക് കൺവെർട്ട് ചെയ്തോണം. അത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കും. ഇത് പഠിച്ചു. 60 ഡിഗ്രിനെ ഞാൻ റേഡിയനിലോട്ട് മാറ്റുക. 60 ഇൻറ്റു എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്നറിയോ? π/180 കൊണ്ടാണ്. π/180 കൊണ്ട്. ഇവിടെ പൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? 180 ആണ് പൈ. അപ്പൊ ഈ 180 ന്യൂമറേറ്ററിലും 180 ഡിനോമിനേറ്ററിലും 180 സെയിം നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നോക്കുക, ഇവിടെ ഈ സീറോയും ഈ സീറോയുടെയും ക്യാൻസൽ ആയി. 6ഉം 18ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് π/3 എന്ന് കിട്ടി. π/3 എന്ന് കിട്ടി. ഈ π/3 എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിനെ നമ്മൾ എങ്ങനെയൊക്കെ കൺവെർട്ട് ചെയ്താ? റേഡിയനിലോട്ട് കൺവെർട്ട് ചെയ്താ. മനസ്സിലായോ? അപ്പൊ റേഡിയൻ ആയി കിട്ടി. അപ്പൊ നമുക്ക് തീറ്റയുടെ പ്ലേസിൽ അപ്പൊ ഇനി 60 ഡിഗ്രി എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. 60 ഡിഗ്രിനെ മാറ്റിയിട്ട് ആരെ എഴുതാം? π/3 നമുക്ക് എഴുതാം. ഇനി വാല്യൂ നമുക്ക് അങ്ങോട്ടേക്ക് കൊടുത്താൽ മതി. സിമ്പിൾ ആണ്. ഇവിടെ ലെങ്ത്, അതായത് ആർക്ക് ലെങ്തിന്റെ പ്ലേസിൽ ആരെയാ കൊടുക്കണ്ടേ? 37.4 ഈക്വൽ ടു റേഡിയസ് നമുക്ക് അറിയത്തില്ല 6, അതേപോലെ ഇൻറ്റു ഈ തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ റേഡിയൻ ആണ്. റേഡിയൻ എന്ന് വെച്ചാൽ എത്രയാണ്? π/3 ആണ്. π/3 ആണ്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകും. ശ്രദ്ധിച്ചിരുന്നു. 37.4 ഈക്വൽ ടു 6 റേഡിയസ് 6. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 3നെ ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതുക. ഇൻറ്റു ഈ പൈയുടെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ എത്രയാണ് വാല്യൂ? 22/7 എന്നാണ്. ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 3 ഇങ്ങോട്ട് 6 എടുത്തോട്ട് കൊണ്ടുപോകുന്നുള്ള വ്യത്യാസമുള്ളൂ. അതിങ്ങനെ ഈ 22/7 ഇവിടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ഈ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ 7 എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ 3ഉം 7ഉം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 22 മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ അതെന്താവും? ഡിവൈഡ് ആവും. അപ്പോ എന്ത് മാത്രമായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടും? റേഡിയസ് മാത്രമായിട്ട് കിട്ടും. അതായത് ഇത്ര മാത്രം. നമുക്ക് 37.4 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 3ഉം ഡിവൈഡ് ചെയ്തിരിക്കുന്ന 7ഉം ഇവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 22 ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ആരെയാണ് പിന്നെ കിട്ടുക? റേഡിയസ്. അതായത് ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടുന്ന ആരെയായിരിക്കും? റേഡിയസ്. അതായത് റേഡിയസ് ഈക്വൽ ടു നിങ്ങൾ അത് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 35.7 സെന്റിമീറ്റർ എന്നാണ്. അപ്പൊ റേഡിയസ് കിട്ടിയ കണ്ടോ? ഇത് ആംഗിൾ എന്ന് പറയുന്ന ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമായത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യമാണ്. ഇത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തേ. സിമ്പിൾ ആയിട്ടല്ലേ ചെയ്തേ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടി പഠിപ്പിച്ചു പോകുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഒരു ക്ലാരിറ്റിയോ കിട്ടാതെ വന്നാൽ നിങ്ങൾ കമന്റ്സിലൂടെ അത് അറിയിക്കണം. കൃത്യമായിട്ട് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നോക്കി, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒറ്റ കാര്യം, ഡിഗ്രീനെ നമ്മൾ എങ്ങനെയൊക്കെ മാറ്റുക? റേഡിയൻ. ഡിഗ്രിയിൽ പറ്റില്ല, റേഡിയനിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ട മൊത്തം. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഡിഗ്രീസ് വരുന്നുണ്ട്. അതിനെല്ലാം റേഡിയനിലോട്ട് മാറ്റിയ ഒരു ബോക്സും കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യും. വളരെ കുഞ്ഞു ക്ലാസ് ആയിരുന്നു. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. അപ്പൊ ഫസ്റ്റ് ഒരു ഇക്വേഷനെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. L = R θ. ഓക്കെ, അല്ല R റേഡിയൻ. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെച്ചേക്കണേ, പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ ഇത്ര ഓക്കെ ആണല്ലോ. യെസ്, ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. ഈ ഒരു ബോക്സും കൂടെ ഉള്ളൂ, കഴിയും.
മക്കളെ നമ്മൾ മുമ്പേ ഡിഗ്രീനെ റേഡിയനിലോട്ടൊക്കെ മാറ്റിയായിരുന്നല്ലോ. ഇവിടെ കണ്ട 60 ഡിഗ്രി കിടക്കുന്നുണ്ടോ, 5/3 അങ്ങനെയല്ലേ മുമ്പേലത്തെ ക്വസ്റ്റ്യൻ കിട്ടിയത്. 60 ഡിഗ്രീനെ നമ്മൾ 5/3 റേഡിയനിലേക്ക് മാറ്റി 5/3 അല്ലേ കിട്ടിയത്. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് ഇത്രയും 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 180 ഡിഗ്രി, 270, 360 ഇതെല്ലാം നമ്മൾ അതാണ്ട് റേഡിയനിൽ കൊടുത്തേക്കുന്ന ഇത്രയും. നിങ്ങൾക്ക് അതിൽ അറിയാവുന്ന കുറച്ച് കാര്യമുണ്ട്. 180 ഡിഗ്രി ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, പൈ എന്ന് പറഞ്ഞ വാല്യൂ 180, അത് സുഖമായിട്ട് പഠിച്ചൂടെ. 180യുടെ ഡബിൾ, അപ്പൊ 2 × പൈ ചെയ്താൽ 360. അതുപോലെ 180 ഇവിടെ 90, 180യുടെ പകുതി, അപ്പൊ അതാണ് π/2, അത് സുഖമായിട്ട് പഠിച്ചൂടെ. ബാക്കി നിങ്ങൾ 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതെന്താണ് വാല്യൂ എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനെ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ π/180 ഇൻറ്റു ചെയ്താൽ മതി. π/180 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ടേ കൺവെർട്ട് ആയിക്കോളൂ, റേഡിയനിലേക്ക് കൺവെർട്ട് ആയിക്കോളും, പ്രശ്നമില്ല. അപ്പൊ എങ്ങനെ ആയിരുന്നാലും നമുക്ക് പഠിക്കാൻ ഇത് സുഖമാണ്. നിങ്ങൾ അപ്പൊ ഇന്നത്തെ ഈ ഒരു ചെറിയ ക്ലാസ്സിൽ ഇന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ടൊന്ന് എടുത്ത് എഴുതി വെച്ചൊന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ട് ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അത് ബാക്കിലേക്ക് അടിച്ച് കാണാം. അപ്പോൾ ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് എല്ലാ കോൺസെപ്റ്റ്സുകളും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പാഠത്തിലെ ഫുൾ കണ്ടന്റ് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം വരുന്നതായിരിക്കും. അതുപോലെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത തവണ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളിതെല്ലാം ഡേ ടു ഡേ നിങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുക, വീഡിയോസ് കണ്ടുകൊണ്ടേ ഇരിക്കുക. അതൊരു പേപ്പറിൽ എഴുതി മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സിൽ വരുന്ന കുട്ടികൾക്ക് ഇത് തന്നെ ഞാൻ വീണ്ടും റിവൈസ് ചെയ്യും. നിങ്ങൾക്ക് അത് ഡബിൾ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർക്കുകയാണ് മക്കളെ. എല്ലാവർക്കും ബൈ. അടുത്ത ക്ലാസ് നമ്മൾ കാണാം. ഓക്കെ.